ദശകങ്ങളായി നിലനിൽക്കുന്ന ശത്രുതയ്ക്കും മിഡിൽ ഈസ്റ്റിലെ കടുത്ത രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ചരിത്രപരമായ സമാധാന കരാറിലെത്തി. വൻശക്തി രാജ്യങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ സമാധാന കരാർ ഒപ്പുവെക്കുന്ന ചടങ്ങ് വരുന്ന ജൂൺ 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കരാർ യാഥാർത്ഥ്യമാക്കാൻ മധ്യസ്ഥത വഹിച്ചവരിൽ പ്രധാനിയായ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഈ നിർണായക പ്രഖ്യാപനം ലോകത്തെ അറിയിച്ചത്. ആണവ പദ്ധതികൾ, സാമ്പത്തിക ഉപരോധങ്ങൾ എന്നിവയുടെ പേരിൽ വർഷങ്ങളായി യുഎസും ഇറാനും തമ്മിൽ കടുത്ത ഭിന്നതയിലായിരുന്നു. എന്നാൽ മാസങ്ങൾ നീണ്ട രഹസ്യ നയതന്ത്ര ചർച്ചകൾക്കൊടുവിലാണ് ഇരു രാജ്യങ്ങളും പരസ്പര ധാരണയിലെത്തിയത്. നിഷ്പക്ഷ രാജ്യമായ സ്വിറ്റ്സർലാൻഡാണ് ഈ ചരിത്ര മുഹൂർത്തത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ജൂൺ 19 നടക്കുന്ന ചടങ്ങിൽ ഇരു രാജ്യങ്ങളിലെയും ഉന്നത നേതാക്കളും അന്താരാഷ്ട്ര പ്രതിനിധികളും പങ്കെടുക്കും. സമാധാന കരാറിന്റെ ഭാഗമായി ഇറാനുമേൽ അമേരിക്ക ചുമത്തിയിരുന്ന കടുത്ത സാമ്പത്തിക എണ്ണ ഉപരോധങ്ങളിൽ വലിയ ഇളവുകൾ വരുത്തുമെന്നാണ് സൂചന. പകരമായി തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുമെന്ന് ഇറാനും സമ്മതിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന ഈ സമാധാന കരാറിലേക്ക് ഇരു രാജ്യങ്ങളെയും എത്തിക്കുന്നതിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നിർണായകമായ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയിരുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. ഈ സമാധാന കരാർ മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, ആഗോള സാമ്പത്തിക രംഗത്തും പ്രത്യേകിച്ച് രാജ്യാന്തര വിപണിയിലെ എണ്ണവിലയിലും വലിയ അനുകൂല ചലനങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള പ്രമുഖ നേതാക്കൾ ഈ നയതന്ത്ര നീക്കത്തെ സ്വാഗതം ചെയ്തു.